ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലാൻ പാടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരിക്കലും പാടില്ല. കാരണം അത് അവര് കൃത്യനിർവഹണത്തിനെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരില്ലാത്ത കുറ്റങ്ങളൊക്കെ ഇട്ടിട്ട് ചാമ്പും. സംഭവം നടന്നത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. എങ്കിലും പോലീസ് പരസ്യമായി അങ്ങോട്ട് കൈവച്ചതുകൊണ്ടാണ് ആ പയ്യൻ തിരിച്ചടിച്ചത്. പക്ഷേ കേസ് വരുമ്പോൾ കോടതിയിൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ്. അപ്പോൾ കൃത്യനിർവഹണം നടത്തുന്ന യൂണിഫോമിലുള്ള ഒരു പോലീസുകാരനെ ഒരിക്കലും തല്ലാതിരിക്കുക. തല്ല് കിട്ടിയാൽ വാങ്ങുക, ആളെ പേരും ബാഡ്ജ് നമ്പറും നോക്കുക, പുറത്തിറങ്ങാൻ പറ്റിയാൽ നേരെ കോടതിയിൽ കൊടുക്കുക. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് വലിയൊരു തെളിവാണ്. കുറഞ്ഞത് സസ്പെൻഷനെങ്കിലും കിട്ടും. അപ്പോൾ പോലീസുകാരെ തല്ലാൻ ആവേശം എല്ലാവർക്കും ഉണ്ട്. അത് നെറികേട് കാണിക്കുമ്പോൾ ഒരു സമരത്തിന്റെ കാര്യം പറഞ്ഞ് റോഡ് ബ്ലോക്ക് ആക്കിയതിന്റെ പേരിൽ അയാളെ എതിർത്തതിന് ഒരു പൗരനെ പോലീസ് തല്ലാണ്. പോലീസ് അവനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ തല്ലി. അപ്പോൾ അവൻ തിരിച്ചും തല്ലി. പ്രവണത പ്രകാരം യൂണിഫോം ഇല്ലാത്തൊരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വീട്ടിൽ കാണാം എന്ന് പറഞ്ഞതിനൊരു തെറ്റില്ല. ഞാനും അതിന് കൂട്ടു നിൽക്കും. പക്ഷേ യൂണിഫോമിലുള്ള പോലീസിനെ തല്ലുന്നത് അത് ഡ്യൂട്ടി ഒബ്സ്ട്രക്ഷൻ ഭയങ്കര ചാർജാണ്. അപ്പോൾ അവർ BNS-ലേക്ക് ഇട്ട് കേസ് കൊടുക്കും. അപ്പോൾ കഴിവതും യൂണിഫോമിലുള്ള പോലീസിനെ തല്ലാതിരിക്കുക. പറ്റിയ വീട്ടിൽ പോയി കൊടുക്കുക, അല്ലെങ്കിൽ നിയമപരമായി നേരിടുക. കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും സസ്പെൻഷൻ കിട്ടും, സ്ഥലമാറ്റം കിട്ടും. അത് കുറച്ച് പിടിപാടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ദൂരേക്ക് സ്ഥലം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ പോലീസുകാരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ.